മോഡുലാർ കോൺടാക്ടറിൻ്റെ A2ലേക്ക് ഇവിടെ നിന്നും ഒരു ന്യൂട്രൽ കണക്ട് ചെയ്യണം. അതാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, ടെക് പരമായ വീഡിയോകൾ എന്നിവയാണ് ഇതിൽ കൂടുതലും അപ്ലോഡ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാനതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ പഴയ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോകളും കാണാവുന്നതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന ഡിവൈസുകൾ എല്ലാം കീകാർഡ് സ്വിച്ചുകളാണ്. ഇതൊഴികെ ബാക്കി ഈ കാണുന്നതെല്ലാം കീകാർഡ് സ്വിച്ചുകളാണ്. പല ടൈപ്പിലും പല മോഡലുകളിലും ഇവ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇവ പരിചിതമായിരിക്കും. കാരണം ചില ഹോട്ടലുകളിൽ റൂം എടുക്കുമ്പോൾ ഇതുപോലെ ഒരു കാർഡ് കൂടി റൂം കീയുടെ കൂടെ കിട്ടുന്നതായി കാണാം. ഈ കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റൂമിൻ്റെ പവർ ഓൺ ചെയ്യാൻ സാധിക്കുക. ഇതുപോലെ കീ കാർഡ് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ആ റൂമിലുള്ള പവർ ഓൺ ആവുകയുള്ളൂ. ഇവ പവർ സേവിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കൊടുത്തു വിടുന്നത്. ഇവ പവർ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കീ കാർഡ് റിമൂവ് ചെയ്ത് മാറ്റുന്നതോടുകൂടി 15 സെക്കൻഡ് 20 സെക്കൻഡിൽ കൂടുതൽ ആ റൂമിൽ പവർ സപ്ലൈ നിൽക്കില്ല. അതിനകം ഇത് ഓട്ടോമാറ്റിക്കായി ആ റൂമിലുള്ള എല്ലാ ഉപകരണങ്ങളെയും ഓഫ് ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ 2 ടൈപ്പ് വയറിംഗ് ആണ് കാണിക്കുന്നത്. ഒന്നാമത്തേത് സ്വിച്ച് ഡയറക്റ്റായി കണക്ട് ചെയ്യുന്നത്, അതായത് ഇതുപോലെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. രണ്ടാമതായി നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ ഒരു കോൺടാക്ടർ ഉപയോഗിച്ച് 3 സ്വിച്ച് ബോർഡുകളിലേക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ്. അതായത് സ്വിച്ച് ബോർഡ് 1, സ്വിച്ച് ബോർഡ് 2, AC സ്വിച്ച്, ഇങ്ങനെ 3 സ്വിച്ച് ബോർഡിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. കാരണം ചില റൂമുകളിൽ ചെറിയ ലോഡുകൾ മാത്രമേ കാണുള്ളൂ, AC ഇല്ലാത്ത റൂമുകൾ കാണും. ഇതിപ്പോൾ AC ഉള്ള ഒരു റൂം ആയതുകൊണ്ടാണ് നമ്മൾ, അതായത് ലോഡ് കൂടുതലുള്ള ഒരു റൂം ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കോൺടാക്ടർ കൂടി ഉപയോഗിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് ഇതിൻ്റെ ലൈൻ ഇന്ന്. ഈ കാണുന്ന ഈ പോയിന്റിലേക്കാണ് ലൈൻ ഇൻ കൊടുക്കുന്നത്. ലൈൻ ഔട്ട് ഈ പോയിന്റിലും ഇവിടെ ന്യൂട്രൽ പോയിന്റുമാണ് കൊടുക്കുന്നത്. ന്യൂട്രൽ പോയിന്റ് ഈ ഡിവൈസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രൽ പോയിൻ്റാണ്. ഇതിന് വലിയ ഗേജുള്ള വയറൊന്നും വേണമെന്നില്ല. എന്നാൽ ഇതിൽ പോകുന്ന വയർ കോൺടാക്ടർ ഓൺ ചെയ്യാനാണെങ്കിൽ ഗേജുള്ള വയറിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഡയറക്റ്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഏതാണോ മെയിൻ വയർ വരുന്നത് അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കീ കാർഡ് സ്വിച്ച് എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ഈ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. ബ്രേക്കർ കൂടി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്കറിൽ നിന്ന് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറയാനാണ്. ഇത് DBയിൽ നിന്ന് നേരിട്ടാണ് വയർ ഫേസ് ന്യൂട്രൽ എർത്ത് വരുന്നതെങ്കിൽ ഫേസ് ഇവിടെ കണക്ട് ചെയ്യേണ്ടതാണ്. നേരിട്ട് നമുക്ക് വയറിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫേസ് ന്യൂട്രലും ഈ കാണുന്ന ഡബിൾ MCBയുടെ അടിവശത്തായി കണക്ട് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ന്യൂട്രലാണ് ആദ്യം കണക്ട് ചെയ്യുന്നത്. ന്യൂട്രൽ ഒരു ചെറിയ വയറാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയ ലോഡൊന്നും വരില്ല. ഈ കാർഡ് സ്വിച്ച് ഓണാകാൻ വേണ്ടി മാത്രമുള്ള ന്യൂട്രലാണ് ഈ കണക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ വണ്ണം കുറഞ്ഞ ഒരു വയർ ഉപയോഗിച്ചത്. നേരിട്ട് DBയിൽ നിന്നാണ് ഈ വയർ വരുന്നതെങ്കിൽ നേരിട്ട് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് അതുപോലെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഈ ഒന്നാമത്തെ പോയിന്റിലേക്ക് ഫേസ് കണക്ട് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇനി എടുക്കേണ്ടത്. ഔട്ട്പുട്ട് നേരെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അടിവശത്തായിട്ട്, അതായത് സ്വിച്ച് ബോർഡ് വയറിങ് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യുന്നത്. അതായത് 4 സ്വിച്ചും ഇതുപോലെ ഷോർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതിൻ്റെ ഈ കീ കാർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ കണക്ട് ചെയ്തു. അടുത്തായി നമുക്ക് ഈ സോക്കറ്റിൻ്റെ ഈ വലിയ പിന്നിലേക്ക് എർത്ത് കണക്ട് ചെയ്യണം. അതിനായി ഇവിടെ നേരെ എർത്ത് കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യുക. അടുത്തായി നമുക്ക് ഇതിന് ഈ സ്വിച്ച് ബോർഡിലേക്ക് സോക്കറ്റിലേക്ക് ന്യൂട്രൽ വരേണ്ടതുണ്ട്. അതാണ് ഈ കാണുന്നത്. അത് ഗേജുള്ള വയർ തന്നെയാണ് ഇടുന്നത്. അത് നമ്മൾ MCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെയാണ് നേരിട്ടെടുത്തത്. അതേസമയം ഇത് വണ്ണം കൂടിയ വയറാണെങ്കിൽ, നേരിട്ട് DBയിൽ നിന്നും വരുന്ന വയറാണെങ്കിൽ നേരിട്ട് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഈ ലൂപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ സോക്കറ്റിലേക്ക് ഈ കാണുന്ന സ്വിച്ചിൽ നിന്നും ഔട്ട്പുട്ട് നേരെ ഈ സോക്കറ്റിൻ്റെ വലതുവശത്തായി കണക്ട് ചെയ്തു. നിങ്ങൾക്ക് സ്വിച്ച് ബോർഡിൻ്റെ വയറിംഗ് അറിയാമെങ്കിൽ ഇത് ശ്രദ്ധിക്കണമെന്നില്ല. അടുത്ത പവർ കോൺടാക്റ്റിൻ്റെ വയറിംഗ് നിങ്ങൾക്ക്
വാച്ച് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ അത് കാണിക്കുന്നതാണ്. ഇവിടെ നിന്ന് രണ്ടാമത്തെ സ്വിച്ചിൽ നിന്നും ആദ്യത്തെ ബൾബിലേക്ക് കണക്ട് ചെയ്തു. അടുത്ത സ്വിച്ചിൽ നിന്നുള്ള കൺട്രോൾ സപ്ലൈ അടുത്ത ലൈറ്റിനും ഇതുപോലെ കണക്ട് ചെയ്യുക. നാലാമത്തെ സ്വിച്ചായ ഈ സ്വിച്ചിൽ നിന്നും റെഗുലേറ്ററിലേക്കാണ് ഇതുപോലെ സപ്ലൈ പോകേണ്ടത്. അതിൻ്റെ ഈ സ്വിച്ചിൻ്റെ കൺട്രോൾ സപ്ലൈ നേരെ റെഗുലേറ്ററിലേക്ക് കൊടുത്തു. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നേരെ ഫാനിലേക്കും പോകുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ന്യൂട്രൽ ലൂപ്പ് ചെയ്തെടുക്കുകയാണ്. ന്യൂട്രൽ നേരെ ആദ്യത്തെ ബൾബിലേക്ക് കണക്ട് ചെയ്തു. തുടർന്ന് ഫാനിലേക്കും തുടർന്ന് നമ്മുടെ ലാസ്റ്റ് ബൾബായ ഈ ബൾബിലേക്കും കണക്ട് ചെയ്തു. ഇപ്പോൾ ഈ വയറിങ് കംപ്ലീറ്റ് ആയി. ഇത്രയുമാണ് സ്വിച്ച് ബോർഡിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതിൽ ലോഡ് കുറവായതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കണക്ട് ചെയ്തത്. ലോഡ് കൂടുതലുള്ള ഒരു റൂമാണെങ്കിൽ തീർച്ചയായും ഒരു കോണ്ടാക്ടർ അഡീഷണലായി വെക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ 16 ആമ്പിയർ വരെ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചത്. ആമ്പിയർ കുറഞ്ഞ കീ കാർഡ് സ്വിച്ച് ആണെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്ടർ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അടുത്തതായി നമുക്ക് കോണ്ടാക്ടറിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നത് 32 ആമ്പിയറിൻ്റെ കോൺട്രാക്ടറാണ്. ഇത് മോഡുലാർ കോണ്ടാക്ടർ എന്ന് പറയും. അതാണ് മറ്റ് കോണ്ടാക്ടറുകളെ അപേക്ഷിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും. ഇതിൽ ഓപ്പൺ പോയിൻറ്റുകളൊന്നുമില്ല. ഇത് മൊത്തം സീൽഡ് ആയിരിക്കും. മോട്ടോറുകൾക്കൊക്കെ കണക്ട് ചെയ്യുന്ന കോണ്ടാക്ടറുകളെ അപേക്ഷിച്ച് ഇത് ഡിഫറൻറ്റ് ടൈപ്പ് ആയിരിക്കും. ഇത് മൊത്തത്തിൽ സീൽഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ A1, ഇവിടെ A2, അതുപോലെ തന്നെ 1, 3, 4, 5 എന്നിവ ഇൻപുട്ടും 2, 4, 6, 8 എന്നിവ ഔട്ട്പുട്ട് എടുക്കാനുള്ള ടെർമിനലുകളുമാണ്. അതായത് 4 വേ കോണ്ടാക്ടറാണിത്. ഈ ഓരോ കോണ്ടാക്ടറിലും 32 ആമ്പിയറിൻ്റെ കപ്പാസിറ്റിയുള്ള കോണ്ടാക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. 32 ആമ്പിയർ മുഴുവനായും ഇതിൽ കണക്ട് ചെയ്യാൻ ലോഡ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ 60-70% വരെ മാത്രമേ ഇതിൽ ലോഡ് കണക്ട് ചെയ്യാവൂ. 15-20 ആമ്പിയറിന് ഉള്ളിൽ ഇതിലുള്ള ലോഡ് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ ലോഡുകൾ ഇതിൽ കണക്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ കാണുന്ന എല്ലാ ഡിവൈസുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. ഈ കാണുന്ന കോണ്ടാക്ടറും മോഡുലാർ കോണ്ടാക്ടറും ഈ കീ കാർഡ് സ്വിച്ചിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആംസ് കൂടിയതും കുറഞ്ഞതുമായ പല മോഡലുകളുണ്ട്. ആ മോഡലുകൾക്കെല്ലാം പല വിലകളുമാണ്. ഏകദേശം 800 രൂപയ്ക്ക് മുകളിൽ വരും ഒരു കീ കാർഡ് സ്വിച്ചിന്. ഇതിൻ്റെ പല ടൈപ്പ് മോഡലുകളുണ്ട്. എല്ലാത്തിനും വില വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്. നമുക്കിതിൻ്റെ വയറിങ്ങിലേക്ക് തന്നെ പോകാം. നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ ഫേസ് ന്യൂട്രൽ MCBയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അവിടെ നിന്ന് ഔട്ട്പുട്ട് നേരെ ഈ കീ കാർഡ് സ്വിച്ചിൻ്റെ ഈ പിന്നിലേക്ക് ഒരു കണക്ഷൻ എടുക്കണം. അതാണ് ഈ കാണുന്നത്. ഇത് ഗേജ് കുറഞ്ഞ വയറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. MCB അടുത്ത് തന്നെയാണെങ്കിൽ ഇതുപോലെ ഗേജ് കുറഞ്ഞ വയറിട്ട് ഇവിടെ കണക്ട് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഈ കോണ്ടാക്ടറിൻ്റെ A1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കീ കാർഡ് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് നേരെ A1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ന്യൂട്രലാണ് കണക്ട് ചെയ്യേണ്ടത്. ന്യൂട്രൽ നേരെ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. കീ കാർഡ് സ്വിച്ചിൻ്റെ മൂന്നാമത്തെ ടെർമിനലായ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. ഇതും വണ്ണം കുറഞ്ഞ വയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗേജ് കുറഞ്ഞ വയറാണ്. ഇതിൽ ചെറിയൊരു പവർ മാത്രം ആവശ്യമുള്ളൂ. ഒരു ഇലക്ട്രോണിക്സ് ബോർഡാണ് ഇതിനകത്തുള്ളത്. ഇലക്ട്രോണിക്സ് ബോർഡിന് മാത്രമായി ചെറിയൊരു ലോഡേ വരികയുള്ളൂ. അതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞ വയർ തന്നെ ഇവിടെ ഉപയോഗിച്ചത്. അതേസമയം ഇത് നേരിട്ടാണ് DBയിൽ നിന്ന് വരുന്നതെങ്കിൽ ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂട്രലും ഇവിടെ നേരിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ബാക്കി ലൂപ്പുകൾ പോകാവുന്നതാണ്. അടുത്തായി നമുക്ക് മോഡുലാർ കോണ്ടാക്ടറിൻ്റെ A2ലേക്ക് ഇവിടെ നിന്നും ഒരു ന്യൂട്രൽ കണക്ട് ചെയ്യണം. അതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബ്രേക്കർ ഓണാക്കി കീ കാർഡിലേക്ക് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കോണ്ടാക്ടർ ഓണായി 4 കോണ്ടാക്റ്റുകളും ക്ലോസ് ആയി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പവർ പോയിൻ്റ് കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ 1, 3, 5, 7 എന്നീ ടെർമിനലുകളിലേക്ക് ഇവിടെ നിന്നും ഒരു മെയിൻ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ഇനി അടുത്തതായി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗേജ് കൂടിയ വയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. AC-ക്കുള്ള വയർ സെപ്പറേറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ടെർമിനലിലെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് AC-ക്കുള്ള വയർ ഫേസ് വയർ ഇതിൽ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒറ്റ വയർ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായി സ്വിച്ച് ബോർഡ് 1 ഇതിലേക്ക് ഈ പോയിന്റിൽ നിന്നും ഈ ലാസ്റ്റ് ടെർമിനലിൽ നിന്നും ഇതുപോലെ ഫേസ് കണക്ട് ചെയ്തു. സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷൻ ഞാൻ ആദ്യമേ കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഇനിയും സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷൻ കാണിക്കാഞ്ഞത്. അടുത്തത് ന്യൂട്രലാണ്. ന്യൂട്രൽ നേരെ ഈ സ്വിച്ച് ബോർഡിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്വിച്ച് ബോർഡാണിത്. രണ്ടാമത്തെ സ്വിച്ച് ബോർഡിലേക്കും അടുത്ത ഈ 3 ടെർമിനലിൽ നിന്നും ഏതിൽ നിന്ന് വേണമെങ്കിലും
ഒരു കണക്ഷൻ ഇതുപോലെ എടുക്കാവുന്നതാണ്. അടുത്തതായി ന്യൂട്രലും ഇവിടെ നിന്ന് തന്നെ ലൂപ്പ് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്തു. അടുത്ത നമുക്ക് AC സ്വിച്ചാണ്. AC സ്വിച്ചിലും ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. AC-ക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് സാധാരണ റൂമിലേക്ക് ലൈൻ വരാറുള്ളത്. ആ ലൈൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ടെർമിനൽ ഒഴിവാക്കിയിട്ട് ആ ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് ഇവിടെ നിന്നും എടുത്ത് നേരെ AC-യുടെ സ്വിച്ച് ബോർഡിലേക്ക് പോകാവുന്നതാണ്. ന്യൂട്രലും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആണ് വരുന്നതെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നേരിട്ട് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ 3 സ്വിച്ച് ബോർഡുകളിലേക്കും എർത്ത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എർത്ത് ഇതുപോലെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ വയറിംഗ് കംപ്ലീറ്റ് ആയി. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനിതിൻ്റെ കണക്ഷൻ മുഴുവനായി വിവരിച്ചത്. നിങ്ങൾക്ക് കീ കാർഡ് സ്വിച്ച് എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പിലുള്ള വയറിങ്ങും കാണിച്ചിരുന്നു. സ്വിച്ച് ബോർഡ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതും കോൺടാക്ടർ കണക്ട് ചെയ്യുന്നതും നമ്മൾ ഇതിൽ വിശദീകരിച്ച് കഴിഞ്ഞു. നമുക്ക് ഈ ചാനൽ കൂടാതെ ഒരു വെബ്സൈറ്റ് കൂടിയുണ്ട്. www.techforyou.com എന്നാണ് അതിൻ്റെ പേര്. ഗൂഗിളിൽ www.techforyou.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അതിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പരമായ കൂടുതൽ ആർട്ടിക്കിളുകൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും www.techforyou.com. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റു വീഡിയോകളുടെ താഴെ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അതാത് വീഡിയോകൾക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.